തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ എല്ലാവരും കാണണം എന്ന് നിർബന്ധം പിടിക്കുന്നില്ല, കാരണം ഇത് വെരി ലോങ് വീഡിയോ ആണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കാണാനും അറിയാനും. അപ്പോൾ എല്ലാ വർഷവും തുലാമാസം അമാവാസി നാളിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം, നിർബന്ധിക്കുന്നതല്ല, കാണണം. ഈശായ നമഃ, ഉമേശായ നമഃ, ഗൗരീശായ നമഃ, പരമേശായ നമഃ, ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ മറയുന്നുവോ നീ, സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുൻപിൽ നിൽപ്പോ, അറിയാത്തതെന്തേ നിറുകയണിയും കുളിർമതേക്കും അറിയുകില്ലേ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിട് ചുരത്തുമൻ ജീവന് നീ മോക്ഷ കരുക നാം വേഗുമോ കണ്ണാ. കായാമ്പൂത്തൊഴും മുകിൽ വർണ്ണ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം ലോകപ്രശസ്തമാണ്. അത് മാങ്ങ കൊണ്ടാണ്. കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരു മാങ്ങയാണ്. അങ്ങനെ കുറ്റ്യാട്ടൂർ ലോകപ്രശസ്തമാണ്. ഇതും കുറ്റ്യാട്ടൂർ, കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ ഉരുവച്ചാൽ എന്ന സ്ഥലത്താണ് ഈ ഗുഹാക്ഷേത്രം, തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതും ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഞാനും നിജിലും നിജിലിൻ്റെ അമ്മ മാളികപ്പുറവും കൂടിയിട്ട് രാവിലെ 7:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തി. അപ്പോഴേക്ക് ആൾക്കാർ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്.
അമ്മേ എന്തോ നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് പാർവതി. 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 അമ്മ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ? അതെ. ആ, ഇപ്പൊ അമ്മ എവിടെയാ ഇരിക്കുന്നത്? ഇവിടെ ഈ കപ്പൽ പിന്നെ സന്നിധാനത്തിൽ ഇരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ആരുളത്തത് എൻ്റെ ശ്രേഷ്ഠാവിൻ വിചാരിച്ചു പിടിയിരിക്കും. എനിക്കിപ്പോൾ ഓർമ്മിക്കുമ്പോൾ സങ്കടം വരുന്നത് അതുകൊണ്ടൊന്നും പറയാൻ നമുക്ക് അറിയാണ്ട് വരുന്ന കാര്യം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. അമ്മമ്മ നമ്മളവിടുന്ന് കാണുമ്പോൾ ഈ വിളക്ക് കൊണ്ട് വരുന്ന സമയത്ത് എല്ലാവരെക്കാളും ഉഷാറോടുകൂടി സ്റ്റെപ്പ് നടന്നിട്ടല്ല ഓടിയിട്ട് കയറുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു ഇതെന്നാണ് ഊർജ്ജം എവിടുന്ന കിട്ടിയത്? ആ ഒരു ശക്തി നമുക്ക് എന്നും ഉണ്ട്. എന്നും ഈ രാവിലെയും വൈകുന്നേരം ഞാൻ ദീപം വെക്കുന്നതുകൊണ്ട് എൻ്റെ കൈ അങ്ങനെ വിളക്ക് നമ്മൾ വിളക്ക് വെള്ളം അടിച്ച് തെളിച്ച് വെള്ളം ശരീരം ശുദ്ധിയാക്കി വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയും കത്തിച്ച് വെള്ളം വെച്ച് ഇങ്ങനെ ശിവശിവ നാരായണ. ആദ്യം ഈ സൂര്യദേവനെ വർണ്ണിച്ചു. പിന്നെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ എനിക്ക് ഈശ്മയ്ക്കിലല്ല ഉണ്ടാവുക. എൻ്റെ കൈ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ നമസ്കരിച്ച അത് അമ്മേ നാരായണ എന്നുള്ള നാമം 3 പ്രാവശ്യം. എൻ്റെ തീർച്ചയായിട്ട് പോകുന്നത് ഇത് ഭഗവാനി, എൻ്റെ അച്ഛ, എൻ്റെ അമ്മ, എൻ്റെ ഗുരുവായൂരന്മാരെ എന്ന് വിചാരിച്ചാൽ നമസ്കരിക്കും. അന്നേരം ഈ വിറം കൂടും. ഇങ്ങോട്ട് ഇങ്ങനെ വിറക്കുക. അത് പിന്നെ ഓരോ നമ്മൾ സ്വന്തം ഇല്ലല്ലോ. ഇങ്ങനെ അമ്മേ നാരായണ നാരായണ എന്ന് വിളിക്കുക. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അങ്ങ് വന്നു. അപ്പം ഇങ്ങനെ അയ്യെ പോയി ഇവ വന്ന് നമ്മൾ ഒരു നേരം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് നോക്കി അന്നുണ്ടാവില്ല. നേരം വരെ ഒരു സന്ധ്യ തീരുമ്പൊക്കെ 4 പിന്നെ 20 കൂടിയെല്ലാം അടിച്ച് ഒന്നൊരു കാട്ടിക്കൂട്ടി കുറിച്ച് ഇന്നൊക്കെ അന്നുണ്ടാവില്ല. നമ്മൾ ശുദ്ധിമാ അടിച്ച് നല്ല അടിച്ച് തെളിച്ച് സ്വാവധാനത്തിലല്ലാതെ പിന്നെ ഇല്ല. ഇവരെ അമ്മയാണ് ഞാൻ പറഞ്ഞ അച്ഛമ്മ എന്ന് പറയുന്നത്. ഇവരെ അമ്മയുണ്ട് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ഭക്തിയായിട്ടും ഓരതാണ് ഈ വീട്. ഈ ശർക്കര എടുത്തിടുന്നത് അടിപൊളി കാപ്പിക്കാണ് കേട്ടോ. കാപ്പി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കാപ്പിയാണ്. കാപ്പിയുണ്ട്, ഉപ്മാവുണ്ട്, റവ ഉപ്മാവ്. ആ റവ ഉപ്മാവിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി വെക്കുന്നത്. ഇത് കാലത്ത് ഒരു 10 മണിയോട്, അതായത് വിളക്കെഴുന്നള്ളിച്ച് വന്ന് ഗുഹായിൽ പൂജ കഴിഞ്ഞതിന് ശേഷം കൊടുക്കും ഈ ഉപ്മാവും അതുപോലെ അടിപൊളി കാപ്പി. കാപ്പി എന്ന് പറഞ്ഞാൽ 1.5 കാപ്പിയാണ്. ഏലക്കായ എന്തൊക്കെയോ മരുന്ന് തന്നെ എന്ന് പറയാം ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു കാപ്പിയായിരുന്നു. പിന്നെ ഈ കാണുന്ന ഇവരൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്ക് ഇവിടെ എത്തിയിരുന്നു. അതുപോലെ സ്വാമിമാരൊക്കെ ഞങ്ങൾ വന്ന സമയത്താണ് എത്തിയത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയാലുണ്ടല്ലോ അതൊരു വേറെ തന്നെ വൈബാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ്. ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇവരും ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നിലൊക്കെ വന്ന ആൾക്കാരാണ് ആ ആണുങ്ങളൊക്കെ. പിന്നെ സ്വാമിമാരൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോയതിന് ശേഷമാണ് വന്നത്. അതുപോലെ ഈ ഒരു ബല്ലം ഉണ്ടല്ലോ, ഞങ്ങളിവിടെ കണ്ണൂർ ജില്ലയിൽ ബല്ലം എന്നാണ് പറയുക. അനശ്വര കുടുംബശ്രീൻ്റെ കുറ്റ്യാട്ടൂരിൻ്റെ വക നിർമ്മിച്ചതാണ്. അതായത് കച്ചറ മൊത്തം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബല്ലം നിർമ്മിച്ചിട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും അതൊരു വേറെ തന്നെ ഒരു കാഴ്ചയാണ്. ചേട്ടൻ്റെ പേരെന്താ? ബാബു. ബാബു. എവിടെ വീട്? എവിടെയാ? അഞ്ചരക്കണ്ടി. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരും. നല്ല കച്ചവടം ഉണ്ടാകാറുണ്ടോ? അതെ അല്ലേ? എത്ര മണിക്ക് വരാറുണ്ട്? ഇവിടുന്ന് വരാറുണ്ട്. അടുത്ത് വന്നാലേ തുടങ്ങൂടാ. അങ്ങനെ ഇവിടെ ഒരു മണിയാവും ഇങ്ങനെ വരേണ്ട കാഴ്ച. അതെ അല്ലേ? പിന്നെ അതിന് സീസണായ എല്ലാ ഉത്സവം എല്ലാം അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് നമുക്ക് കാണാം അല്ലേ? ഇനി 2 വരെ പിന്നെ പടുവിലായി ദൈവത്താണ്. അതേ വൃശ്ചികം 1 മുതൽ 7 വരെയാണ്.
അവിടെ പോയി ആ തേങ്ങ പിടി ആ തേങ്ങ പിടിച്ചിട്ട് ഓ ആ ഭയങ്കര രസോ. എന്തായാലും നല്ല കച്ചവടം ഉണ്ടായിട്ട് ഏട്ടന് അല്ലേ? നമുക്ക് അടുത്ത സ്ഥലത്തെല്ലാം വെച്ച് കാണാം അല്ലേ? അടിപൊളി ഏട്ടൻ്റെ ഇതാ കടയാണിത്. കണ്ണൂർ ആ ഈ ചേട്ടൻ പറയുന്ന കേട്ടില്ല, എല്ലാ വർഷവും വരാറുണ്ട്, ഭയങ്കര ജനങ്ങളായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ ഉള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെന്തായാലും കാണണം. ഇത് ഭയങ്കര ലോങ് വീഡിയോ ആണ്, 1 മണിക്കൂറിലധികം ഉണ്ട്. പക്ഷേ കണ്ടില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. കാരണം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇവനെ കണ്ടത്. പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ കണ്ടിട്ടാണെന്ന് തോന്നി പേടിച്ചോടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ അതുപോലെ ഇവരൊക്കെ വിളക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ്. ഇവരൊക്കെ കണ്ണൂരിൽ നിന്നൊക്കെയാണ് വരുന്നത്, കണ്ണൂരിൽ നിന്നൊക്കെയാണ്, ദൂരെ നിന്നൊക്കെയാണ് അറിഞ്ഞിട്ട് വരുന്നത്. ഇത് ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് സ്റ്റെപ്സ് എല്ലാം ഉള്ളതാണ്. ഇത് കയറുമ്പോൾ ഞാൻ എണ്ണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ കുറേ പ്രാവശ്യം കയറി. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുക ഇറങ്ങുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടലും ചാടലും എല്ലാം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച ലൈവായിട്ട് കാണാം. ഇത്ര സമയം വോയിസ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ പാട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കാണാം. ഗോവിന്ദ ഹരി 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 ഗോവിന്ദ ഇവരുടെ കൂടെ ഈ നടകേറി വരുന്ന ഒരു അമ്മയെ കണ്ടില്ലേ, പാർവതി അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അമ്മയെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഇവിടുത്തെ ഐതിഹ്യമൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കിപ്പം വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് വിളക്ക് എന്തൊക്കെയോ പണിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞങ്ങളും വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ വീട്ടിൽ പോയപ്പോൾ കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നു. അങ്ങനെയാണ് കുറച്ച് അറിവ് കിട്ടിയത്. ഇവിടെയൊക്കെ പാട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച പാട്ട്. അപ്പോൾ പാട്ടിന് കോപ്പിറൈറ്റ് വരും, എൻ്റെ ചാനലിനെ ബാധിക്കും. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കണ്ടായ ഒരു അവസ്ഥയല്ല ഈ കാണുന്നത്. ഇപ്പോൾ വിളക്കുമേന്തി വരുന്ന ആ ഒരു കാഴ്ച, ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വൻ ജനാവലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച ശരിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുലാമാസം അമാവാസി നാളിൽ എല്ലാ വർഷവും നടക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. ആ ഉത്സവത്തിന് മാത്രമേ നമുക്ക് ഗുഹയിലേക്ക് കയറിയിട്ട് ആ പൂജ കഴിക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പൂജ കഴിക്കുന്ന സ്ഥലം എല്ലാവർക്കും അങ്ങനെ കയറിയിട്ട് കാണാൻ പറ്റുന്നതല്ല, പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റും. പക്ഷേ അമാവാസി ദിവസങ്ങളിൽ ഉത്സവ നാളിൽ ആ പൂജയൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും കയറി കാണാം. അതായത് രാവിലെ മുതൽ 10 മണി മുതൽ വൈകിട്ട് എത്രത്തോളം ആൾക്കാരുണ്ട് അത്രയും ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല എന്താ പറയേണ്ടത്, കണ്ട് അനുഭൂതി അടയാം. അത്രയും ഒരു കാഴ്ച തന്നെയാണ് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ അകത്ത്. അതായത് 3-ാം ഗുഹയിലാണ് ഈ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഗുഹേൻ്റെ അകത്തെത്താൻ ചെറിയൊരു ടാസ്ക് ഉണ്ട്, ഒന്ന് കുനിഞ്ഞിട്ടൊക്കെ പോകണം. അപ്പോൾ 3-ാം ഗുഹയിലെത്തുമ്പോഴേക്ക് അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, കുറേ ആൾക്കിങ്ങനെ നിൽക്കാനും അതുപോലെ പൂജ ചെയ്യുമ്പോൾ ഇരിക്കാനും ഒക്കെ ആയിട്ട് നല്ല സ്പേസൊക്കെ ഉണ്ട്. ഇപ്പം ഗുഹേൻ്റെ അകത്താണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ കാഴ്ച അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര ഇരുട്ടല്ലേ. അപ്പോൾ
ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ പുറത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓടിച്ചപ്പോൾ വൻ ജനാവലി കൂടെയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇനിയിപ്പം ഗുഹയിലേക്ക് കയറുകയാണ്. തന്ത്രിമാരൊക്കെ ഈ പൂജ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഗുഹയിലേക്ക് കയറി. അതിൻ്റെ തൊട്ട് പിന്നാലെ ഞാനും നിജിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് പ്രവേശനം കിട്ടി. മാത്രമല്ല പൂജ നടക്കുന്ന സ്ഥലത്തുനിന്ന് പൂജയൊക്കെ കാണാനും പറ്റി. അപ്പോൾ കുനിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ട് രണ്ടാമത്തെ ഗുഹയിൽ കയറി. അതിൻ്റെ അപ്പുറം മൂന്നാമത്തെ ഗുഹയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് നോക്കി, മൂന്നാമത്തെ ഗുഹയിലെത്തിയില്ല. മൂന്നാമത്തെ ഗുഹയിലേക്ക് പോകാൻ നോക്കുന്നത്. ആദ്യത്തെ ഗുഹേൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തെ ഗുഹയിലേക്ക് ഇവർ കയറുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞങ്ങളും കയറും. ഇതാണ് രണ്ടാമത്തെ ഗുഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ നടന്നിട്ട് നീങ്ങാൻ കുറച്ച് ദൂരം വരെ നിന്ന് പോകാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഗുഹയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിന്ന് നടന്നിട്ട് അങ്ങ് നീങ്ങി അതിനുശേഷം ഇനിയിപ്പോൾ ഒന്ന് കുനിഞ്ഞിട്ടാണ് പോകേണ്ടത്. ആ ഒരു കാഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുനിഞ്ഞിട്ട് നമ്മളിതാ മൂന്നാമത്തെ ഗുഹയിലേക്ക് അവർ പൂജ കഴിക്കുന്ന ആൾക്കാർ പോയി. നമുക്ക് അവിടെ പ്രവേശനമില്ല. നമുക്ക് അതിൻ്റെ ഇപ്പുറം നിന്നിട്ടേ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനും നിജിലും ഇപ്പുറമുണ്ട്. അപ്പോൾ അവർ മൂന്നാമത്തെ ഗുഹയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂജ കഴിക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായിട്ട് ഇങ്ങനെ വന്നതാണ് എന്ന് പറയുന്നില്ലേ. ഗണപതിൻ്റെയും ശിവൻ്റെയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള രൂപമാണ്. അത് എല്ലാ വർഷവും ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നുണ്ട്, വലിപ്പം വെച്ച് വരുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. പിന്നെ ഇത് മണ്ണിൻ്റെതോ പുറ്റിൻ്റെതോ മറ്റ് കരിങ്കല്ലിൻ്റെതോ പലകയുടെയോ അങ്ങനെ ഒന്നുമല്ല. അത് അവിടെ തന്നെ സ്വയംഭൂവായിട്ട് വന്നൊരു വിഗ്രഹമാണ്. അതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്, നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിപ്പം മൂന്നാമത്തെ ഗുഹയിൽ എത്തിയിട്ടുണ്ട്. ഈ ഗുഹയിൽ നിന്ന് ഇനി ഇവർ പൂജ കഴിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പുറത്തിറങ്ങും. അതിനുശേഷം എല്ലാ ഭക്തർക്കും പ്രവേശനമുണ്ട് കാണാൻ. ഇതൊക്കെ ഒരു അപൂർവ നിമിഷമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അപൂർവ നിമിഷമാണ്. ഞാനൊക്കെ ഒരിക്കലും, നമുക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെയാണെങ്കിലും ഇത്രയും അടുത്തുണ്ടായിട്ടും ഞാൻ ഇത്രയും വയസ്സായിട്ടും എനിക്കൊന്നും പോയി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു അപൂർവ നിമിഷം തന്നെയാണ്. എല്ലാവരും കാണണം. വീഡിയോ ലോങ് ആയതുകൊണ്ട് അത് ഒന്നും വിചാരിക്കരുത്. ഇപ്പം മൂന്നാമത്തെ ഗുഹയിൽ നിന്ന് മുകളിലോട്ട് ക്യാമറ പിടിച്ചപ്പോൾ കണ്ടതാണ്. ആകാശം ഇങ്ങനെ കാണാം, നല്ല വെളിച്ചം നേരിട്ട് വരും. അപ്പം മഴയൊക്കെ പെയ്താലും മഴയൊന്നും അങ്ങനെ ഏൽക്കില്ല ഈ വിഗ്രഹത്തിനെന്നാണ് പറയുന്നത്. മഴ ചുറ്റോടും വെള്ളം ഉണ്ടെങ്കിലും വിഗ്രഹത്തിനൊരു കേടും വരില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പൂജക്കുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 3-4 ആൾക്കാരുണ്ട് പൂജ ചെയ്യാൻ. പൂജാരിയും അതുപോലെ അതിന് പരികർമ്മികളായിട്ടും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ മുകളിലോട്ട് ക്യാമറ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ പുറം കാണാൻ പറ്റും, പുറം ലോകം കാണാൻ പറ്റും ഈ ഉള്ളിലെ ഗുഹ. ഇപ്പം നമ്മൾ കാണുന്നത് ഇരുട്ട് മാത്രമല്ലേ. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ കുറച്ച് അതിൻ്റെ വെളിച്ചം, വിളക്കിൻ്റെ ഒക്കെ വെളിച്ചമാണ് ഈ കാണുന്നത്. ഈ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ടാണ് പൂജ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വീഡിയോ എടുക്കാൻ കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. ഫോട്ടോ വരുന്നോണ്ടേ അരിയോ മുന്തിരിയോ എന്നോണ്ടേ പറയും. അടിയോ അവിടെ നേതിക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് വന്നോട്ടോ. സൈഡിലുള്ള
ഉണ്ടല്ലേ? ഓക്കെ അല്ലേ? ഇത് കുപ്പിയിൽ അതിൻ്റെ അകത്ത് വെച്ച് വെച്ചോട്ടാ. എന്നാൽ പൊയ്ക്കാൻ മോനെ വെളിച്ചെണ്ണയുണ്ട് അവിടെ വെക്കായ അവിടെ കഴിക്കും വേണ്ട. ഇപ്പൊ അവിടെ വെക്ക് മേടിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര് നിങ്ങളെ? എൻ്റെ പേര് സുധീർ ബാബു. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? നമ്മുടെ തറവാടായത്. നമ്മുടെ തറവാട്ടിൽ നിന്ന് ക്ഷേത്ര സന്നിധാനം. ഈ ക്ഷേത്രവും ഈ ആരുടെ സ്ഥാനമെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവങ്ങൾ പറയാൻ പറ്റുമോ? ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പിന്നെ അത് എന്താ പറയേണ്ടത്, നമ്മുടെ ഗുരുമഠം എന്ന് പറയുന്നത് നമ്മുടെ പഴയ വീടിൻ്റെ പൂജ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ വീട് വെച്ചിട്ടാണ് ഈ ശാരദങ്ങളും പുഷ്പാഞ്ജലികളും കഴിക്കുന്നത്. ഈ വീട് പറഞ്ഞതിന് ശേഷം, വീട് പോയതിന് ശേഷം നമ്മൾ ഈ വിളക്ക് വെക്കുന്ന സ്ഥാനം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം മാറ്റി. ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ അധിക ദിവസം ഈ നമ്മുടെ ഈ മലമേലെ ദീപാരാധന സമയത്ത് നാഗത്തിനെ കാണാറുണ്ട്. അപ്പോൾ നാഗത്തിന് കൂടി സ്ഥാനമുള്ളൊരു സ്ഥലമാണ്. എവിടെ? അവിടെയാണോ? ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടെ കാണാറുണ്ട്. ഇവിടെ കാണാം. അപ്പോൾ ആ ദിവസങ്ങളിൽ ആണ് കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നാഗത്തിന് കൂടി സ്ഥാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ മരിച്ചുപോയ പല ആൾക്കാരുടെയും പ്രതിഷ്ഠികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷത്തിൽ പിന്നെ ശാരദം കഴിക്കും, പുഷ്പാഞ്ജലി കഴിക്കും. അപ്പോൾ നമ്മുടെ അച്ഛനാണ് നേരം കർമ്മം ചെയ്യും. അച്ഛൻ്റെ കാരണവന്മാരാണ് ചെയ്യും. അപ്പോൾ അച്ഛൻ്റെ ശേഷം മരുമക്കത്തായാണ്. അപ്പോൾ അച്ഛനാണ് ആ സമയത്ത് പൂജ ചെയ്യും. ഇതുപോലെ ക്ഷേത്രത്തിൽ ഇവിടുന്ന് ദീപാരാധനയായിട്ട് പോകും. അപ്പോൾ പിന്നെ ഉള്ളിൽ പിന്നെ പുഷ്പം ചെയ്ത് നമ്മുടെ ഇതല്ലല്ലോ പ്രതിഷ്ഠയുണ്ട്, സ്വയംഭൂവായിരിക്കുന്ന പ്രതിഷ്ഠ. അതിൽ പുഷ്പാഞ്ജലി നടത്തി ഇപ്പുറം ഗണപതി വന്നു. അപ്പോൾ അച്ഛൻ പിന്നെ ഉള്ള സമയത്ത് ഞാനൊരു മാലയിട്ട സമയം നമ്മുടെ അടുത്ത ഒരു അനുഭവം പറയാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഹാക്ഷേത്രത്തിലെ അനുഭവം. അപ്പോൾ പുറത്ത് ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഉള്ളിൽ ആ സമയത്ത് മാറിയിരിക്കണം. ഇപ്പോൾ ഭക്തജനങ്ങളിങ്ങനെ വന്നിട്ട് പുഷ്പം എടുത്ത് പ്രാർത്ഥിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ അപ്പുറം നോക്കിയിട്ട് ഒരു കല്ലെടുത്ത് എറിയുന്നുണ്ട്, ഒരു ഭാഗത്തേക്ക് കല്ലെടുത്തിട്ട്. അപ്പോൾ ഒരു പാമ്പിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണം. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. ആ ദിവസം പൊതുവെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പതുക്കെ ആ പാമ്പിങ്ങനെ വന്നു. അപ്പോൾ മാറിയിട്ട സമയമാണ്, കറുപ്പ് വസ്ത്രമാണ്, ചമ്മണം മടഞ്ഞിരിക്കലാണ് പുഷ്പം കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കാലിൻ്റെ മടുത്തിട്ടിലേക്ക് കയറുന്നു. അപ്പോൾ അഞ്ചരക്കണ്ടിയിലൊരു ബാലം എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അവിടെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാളാണ്. അയാളുടെ സ്വാമിയാണ്. അയാൾ പറഞ്ഞു അങ്ങനല്ല എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട്, ഭക്തിയുണ്ട്. പക്ഷേ പാമ്പാണ്. കാരണം ശംഖുവരയനാണ്. ശംഖുവരയൻ വളരെ നീളമുള്ള ശംഖുവരയനാണ്. അതിൽ മടുത്തിട്ടിലൂടെ ഇങ്ങനെ പതുക്കെ വന്ന് ഞാനിങ്ങനെ ശരിക്കും അയ്യപ്പനെ വിളിക്കലാണ്, ഇറക്കുന്നുണ്ട്. ശരി സാധനം അതിങ്ങനെ തുടയിലൂടെ വന്ന് ഇഴഞ്ഞ് നീങ്ങി വളരെ സ്ലോയിൽ ഇങ്ങനെ ഇഴഞ്ഞ് വന്നിട്ട് നമ്മൾ തുളസിയുള്ള ഇലയിലേക്കാണ് ഇത് പോകുന്നത്. ഇത്തിരി സമയം ഇത് നീങ്ങിപ്പോകുന്ന വരെയും ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചു. പിന്നെ പോയതിന് ശേഷം അതിനുശേഷം മാത്രമാണ് ഈ പാമ്പ ഇലയിൽ പോയതിന് ശേഷം ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പുഷ്പം ഞാൻ, കാരണം ഇതിനകത്ത് എടുക്കാൻ പറ്റില്ലല്ലോ, ഒന്നും ചെയ്യില്ലാന്ന് വിചാരിക്കുക. എന്നാലും നമുക്കതൊരു ധൈര്യമില്ല. അപ്പോൾ പിന്നെ മറ്റുള്ള പ്രാർത്ഥിച്ചിട്ട് പുഷ്പത്തിൻ്റെ എടുത്തിട്ട് അതേപോലെ പണ്ട് പറയുന്നത് ഇവിടെ ആടെ ഈ നമ്മുടെ ഗുഹാക്ഷേത്രത്തിൻ്റെ ചുരണ്ടിയിട്ടാണ് അവിടെ നിന്നാണ് പ്രസാദം എടുക്കുന്നത്. തീർച്ചയായും ഇതിങ്ങനെ ചുരണ്ടുന്ന സമയത്ത് മുമ്പേ ഒരു പുറ്റിൻ്റെ ഉള്ളിൽ പുറ്റിങ്ങനെ ചുരണ്ടുന്ന സമയത്ത് ഒരു അനക്കയും അപ്പോൾ ചുരണ്ടി അവസാനത്തെ ഈ പാമ്പിൻ്റെ പുറത്താണ് ഇതിനുള്ളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ. പിന്നെ അതിൽ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ കുറച്ചു കാലം പ്രശ്നം മുഖാന്തരം പറഞ്ഞത് അവിടെ എല്ലാ മാസം വിളക്ക് എത്തിക്കണം. അപ്പോൾ അന്നേരം ഞാനാണ് ഒന്ന് ചെയ്യല്. കുറച്ച് മാസങ്ങൾ വിളക്ക് എത്തിക്കാൻ പോയി. നിങ്ങളവിടെ വിളക്ക് കത്തിക്കാൻ ഉള്ളിൽ എല്ലാ മാസവും സംക്രമ ദിവസം പോകണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നത്തിൽ കണ്ടിട്ട് ഉള്ളിൽ പോയി. പിന്നെ
പക്ഷെ അത് നല്ല കറണ്ട് ടോർച്ച് എടുത്തിട്ടാണ് കാരണം വെളിച്ചമില്ലല്ലോ. ആദ്യ ദിവസം നമ്മൾ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വൃത്തിയാക്കുന്നതിൽ കൂടി കുറച്ച് കഴിഞ്ഞാൽ ഈ കാറ്റും മഴയെല്ലാം വരുമ്പം ചപ്പെല്ലാം അടിഞ്ഞ് മണ്ണെല്ലാം വന്ന് നമ്മുടെ കവാടെല്ലാം ചെടിയായിട്ടുണ്ടാവും. ആ ഭയത്തോടെയാണ് പോകുന്നത്. പോയിട്ട് ഉള്ളിൽ 2 സ്ഥലത്തായിട്ട് വിളക്ക് എത്തിക്കണം. ഒരു ദിവസം വിളക്ക് കത്തിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഞാനൊരു സൈഡ് ലോക്കിൻ്റെ മുകളിലേക്ക് വരുന്നു, മറുവശത്തോട് വലിയൊരാൾ പുറത്തേക്ക് വരും. നാഗം, വലിയ നാഗം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇനി എന്നോട് പറയല്ലേ അങ്ങോട്ട് പോകാൻ. പേടിച്ചു പോയില്ലേ? പക്ഷേ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. എന്നൊന്നും ചെയ്തില്ല. ഞാൻ ഷർട്ട് അടിച്ചിട്ട് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് അടിച്ചു വെച്ചിട്ടാണ്. എന്തായാലും നമ്മൾ പച്ചയായ മനുഷ്യനല്ലേ അല്ലേ, പേടിയില്ലാതിരിക്കില്ല. അപ്പോൾ അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ പോയിട്ട് ആ സമയത്ത് ചെണ്ട കൂട്ടിയിട്ട് ആദ്യം എല്ലാം ചെയ്തിട്ട് എല്ലാവരും ഒഴിവാക്കും. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കും അല്ലേ? പിന്നെ നിങ്ങൾ ഇവിടെ കാണാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയുള്ള അത് ഈ ഗോൾഡൻ കളറാണ്. നമ്മുടെ സ്വർണ്ണത്തിന്റെ ചെയിൻ പോലെയുള്ള. പിന്നെ 2 തവണയായിട്ട് എൻ്റെ അച്ഛനന്മാരെല്ലാം കണ്ടിട്ടുണ്ട്. എത്ര വണ്ണം ഉണ്ടാവും? അങ്ങനെ പറഞ്ഞു കേട്ടേ വണ്ണമില്ല, കുറച്ച് ചെറുതാണ്, അങ്ങനെ വലിയൊന്നുമല്ല. നമ്മൾ ഇത് ഇങ്ങനെ വിരിക്കുക എന്തോ ചെറിയ പത്തി കണ്ടിട്ട് അത് അങ്ങോട്ട് അതിൻ്റെതായ ഭാഗത്തേക്ക് പോകും അല്ലേ? ഇതുവരെ അങ്ങനെ ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ ആയാലും അപകടങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ? അങ്ങയുടെ പേര് പറഞ്ഞിരുന്നു? എൻ്റെ പേര് സുധീർ ബാബു. ഓക്കെ. എന്തായാലും ഈ സമയത്ത്, അതായത് ഉത്സവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും കാണാം. അങ്ങോട്ട് പോയി അപ്പുറത്തോട്ട് വഴിയാക്കണേ. പൂജ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങോട്ട് പുറത്ത് വന്നു. ജനങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഭക്തജനങ്ങളാണ്. ഇത് രാവിലെ 10 മണിക്കാണ്. 10 മണി അങ്ങ് കഴിയട്ടെ. ജനങ്ങളെ കൊണ്ടുള്ള എന്താ പറയേണ്ടത്, ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഭക്തജനങ്ങൾ. എത്ര കിലോമീറ്റർ എന്ന് തന്നെ പറയാം, അത്രയും ജനങ്ങളുണ്ട്. കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്യൂ നിൽക്കുക എങ്ങനെയാണ്, ഓരോരാളല്ലേ. ഇത് ഒരട്ടിയായിട്ട് ഇത്രയും ദൂരെ ക്യൂ ഉണ്ട്. അതായത് റോഡിൽ നിന്ന് ഗുഹാക്ഷേത്രം വരെ ഒരുപാട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കയറിയിട്ട് എല്ലാവരും വരുമ്പോഴേക്കും എല്ലാം അട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരാളാ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ദൂരം, അത്രയും ദൂരം ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ ഗുഹാക്ഷേത്രത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 2 ഉണ്ട്. അതായത് ഇതിൻ്റെ ഈ ചുമരിൻ്റെ മണ്ണ് തൊട്ടിട്ടാണ് നമ്മൾ കുറി വരയ്ക്കുക. അല്ലാതെ വേറെ കുറിയൊന്നുമില്ല, ചന്ദനമോ അല്ലെ ഭസ്മമോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഗുഹേൻ്റെ മുകളിൽ നിന്ന് ഉറ്റുറ്റി വീഴുന്ന വെള്ളം, അത് നിങ്ങൾക്ക് കാണാം. വെള്ളം എടുത്തിട്ട് തലവേദനയുള്ളവർ നെറ്റിക്ക് പുരട്ടിക്കഴിഞ്ഞാൽ തലവേദന മാറും. അതുപോലെ തന്നെ ബോട്ടിലിൽ ശേഖരിക്കുന്ന കുറേ ആളെയും കാണാം. പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് പായസത്തിന് വേണ്ടിയിട്ടാണ്. ഇത് അടിപൊളി കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം. അതുപോലെ ഉപ്മാവെല്ലാം റെഡി ആയിട്ട് എല്ലാവരും ഉപ്മാവ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലുത് തന്നെ. കാപ്പി അടിപൊളി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏലക്ക അതുപോലെ ഒരുപാട് സംഭവമുണ്ട്, അടിപൊളിയാണ്. നിജിലിൻ്റെ അമ്മ അങ്ങനെ ഉപ്മാവ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉപ്മാവ്, അടിപൊളി ഉപ്മാവ് ഇഷ്ടം പോലെ കിട്ടും. ഇതാ വന്നിട്ട് നമ്മുടെ പാർവതി അമ്മയെ കാണാൻ എന്ത് ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ, ഭയങ്കര ഇഷ്ടമായി അമ്മയെ. അതുപോലെ തന്നെ വേറൊരു അമ്മയും കൂടിയുണ്ട്. ആ അമ്മയും
കാണുമ്പോൾ എന്തൊരു രസം കാണാൻ. നല്ലൊരു അമ്മ, ചെറുപ്പത്തിൽ എന്ത് സുന്ദരിയായിരിക്കും ഇവർ. ഞാൻ ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഒരു സംഭവത്തിന് വെച്ചതാണ്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അനശ്വര കുടുംബശ്രീ ചെയ്തു വെച്ച. ഇത് കുറച്ച് പണിയുണ്ട് അല്ലേ അമ്മേ? പണ്ട് കാലത്ത് കുട്ടിയൊക്കെ മടിയാണല്ലോ, പണ്ട് നമ്മളെല്ലാം മടി. അതെ, നമ്മളെല്ലാം ചെയ്യുന്നു. അപ്പൊ വല്ല എടുത്തിട്ട് പോയിട്ട് പുല്ലരിയ ചപ്പ് വരുക, ചപ്പ് വരുക, വലിയ ഇത്ര ഏകരം കിട്ടും ചപ്പ്. അതിന്റെ തലയിൽ വെച്ചിട്ടെടുത്തോണ്ട് അങ്ങനെ കണ്ടത്ത് കൊണ്ട് പാറ്റും. ഇത് നമ്മളെ ജോലിയാണ്. അമ്മേന്റെ പേരെന്താ? എന്റെ പേര് നാരായണി. നാരായണി. എവിടെയാ വീട്? വലോട്ട് മലക്ക. ഇവിടെ തന്നെ അടുത്തല്ലേ? അതെ. ആ, അമ്മ എന്നാല് കാപ്പി കുടിച്ചാ? കുടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ രാവിലെ എത്തുമ്പോഴേക്ക് ഇവരൊക്കെ അതിന് മുന്നേ ഉണ്ടായിരുന്നു. അതിന് മുന്നേ വന്നിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയും ഞാനൊന്ന് പരിചയപ്പെട്ട്. ഇവർ കണ്ണൂരിൽ നിന്ന് വരുന്നത്, ഇത്രയും ദൂരത്തുനിന്ന് രാവിലെ 7:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും നമസ്കാരമുണ്ട്. എവിടെ വീട്? എവിടെയാ? കണ്ണൂർ. എവിടെ? താണക്ക്. താഴേച്ചോ അല്ലേ? എന്ത് പേര്? എൻ്റെ പേര് ആശിഷ്. ആശിഷ്. പിന്നെ താങ്കളുടെ? എന്ത് ചെയ്യുന്നത്? ബിസിനസ്. താങ്കൾ എന്ത് ചെയ്യുന്നത്? ഷിപ്പിലാണ്. ഇപ്പോൾ വെക്കേഷനല്ലേ? ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരുന്നില്ല അല്ലേ? അകത്ത് കയറിയോ? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പോസിറ്റീവ് വൈബാണ് അല്ലേ? പിന്നെ ഇനിയിപ്പോഴേ പോകുന്നത്? ഡിസംബർ അല്ലേ? എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്തായാലും. ഈ അമ്മ സ്റ്റെപ്പ് കയറിയിട്ട് തളർന്നിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതുപോലെ സ്വാമിമാർക്ക് നല്ല കാപ്പിയും ഉപ്മാവും ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പ്രകൃതി രമണീയത എന്ന് പറഞ്ഞ് അതിമനോഹരമായൊരു പ്രദേശം തന്നെയാണ് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഉരുവച്ചാൽ എന്ന ഈ സ്ഥലം. സൂപ്പറാണ്. എല്ലാവരും ഭക്തജനങ്ങൾ കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം 10-10:30 ആയി. അപ്പോൾ ഇതിന് ശേഷമാണ് ആൾക്കാർ വരാൻ തുടങ്ങുന്നത്. ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ കാലത്ത് കണ്ടല്ലോ ചെറുതായിട്ട് ആൾക്കാർ, പിന്നെ ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ച് വളരെ കുറവായിരിക്കും ആൾക്കാർ. നമ്മൾ പോയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് വളരെ കുറവായിരിക്കും ആൾക്കാർ. ഈ ക്ഷേത്രത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല പായസമുണ്ട്. പായസം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. നമ്മളിപ്പോൾ ഒരു പാത്രമോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലും വീട്ടിലേക്കും കൊണ്ടുവരാൻ പറ്റും. അത്രയധികം പായസമുണ്ട്. അതാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടിയുള്ളതാണ്. ഇപ്പം ഈ ഉപ്മാവും കാപ്പിയും കുടിച്ചതും അങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഉപ്മാവിനും കാപ്പിക്കും. സാധാരണ എനിക്ക് ഈ റവി ഉപ്മാവ് അത്ര ഇഷ്ടമുള്ളതല്ല, പക്ഷെ ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ്. ഇവിടുത്തെ പ്രകൃതി രമണീയത കണ്ടില്ലേ? അപ്പോൾ ചിലർ വീഡിയോ എടുക്കുമ്പം തിരിഞ്ഞങ്ങ് നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഗുഹാക്ഷേത്രത്തിൻ്റെ ആരൂഢ സ്ഥാനം അല്ലേ? ഇവിടുന്ന് വിളക്കെടുത്തിട്ട് പോയിട്ടാണ് അവിടെ കത്തിക്കുന്നത് അല്ലേ? ആ, അപ്പോൾ നമുക്ക് ആരൂഢ സ്ഥാനത്തേക്ക് പോകാം. പിന്നെ അവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയോട് കുറച്ച് നമുക്ക് അറിയുന്ന കാര്യം ചോദിച്ചു നോക്കാം. അമ്മ പറയുന്നത് 16 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ അതെ. അപ്പോൾ എന്നാൽ അവിടെ പോയിട്ട് ചോദിക്കാം അല്ലേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ പേരെന്താ? എൻ്റെ പേര് വാസുദേവൻ. പിന്നെ തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രം. അതെ അതെ. അപ്പോൾ ഈ സ്ഥലം ഏതാ? ഈ സ്ഥലം അയ്യപ്പൻചാൽ ഗുരു മന്ദിരം. അയ്യപ്പൻചാൽ പഴയ വീടുള്ള സ്ഥലമാണിത്. പിന്നെ ഈ ഗുഹാക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൊട്ടിലകം പൂജ കഴിക്കുന്ന അതാണ്. കൂട്ടിലകം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ദീപം അവിടത്തേക്ക് കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയി ആ ദീപം അവിടെ വെച്ച് വൈകുന്നേരം ആകുമ്പോൾ അതേ ദീപം ഇവിടെ വന്ന് സമർപ്പണം ചെയ്യും. അതാണ് ഇത്. വൈകിട്ട് സന്ധ്യക്ക് മുൻപായിട്ട് ഒരു 5:30-6 മണിയാകുമ്പോൾ 6 മണിക്കുള്ളിൽ ഇറങ്ങണം എന്നാണ് പ്രശ്നമുഖാന്തരം പറഞ്ഞത്.
അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആരുടെ സ്ഥാനമാണ് ആരുടെ സ്ഥാനമാണ് ഇതായി. ഇത് ഈ ക്ഷേത്രത്തിലെ ഗുഹാക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ സമയം മാത്രമാണ് ഈ അമാവാസിക്ക് മാത്രമേ ഉണ്ടാവും. തുലാമാസത്തിലെ അമാവാസിക്കേ ഉണ്ടാവും ഇവിടെ. ഇപ്പം ചേട്ടൻ അവിടുത്തെ പൂജ കഴിച്ച ആളല്ലേ? അതെ. എത്ര വർഷം? ഞാൻ വർഷം പറഞ്ഞാൽ കുറച്ച് നമ്മളെ കാരണവന്മാർ കഴിഞ്ഞതിന് ശേഷം ഞാനാണ് കഴിച്ചത്. എന്നതിന് ശേഷം അതിൻ്റെ കാരണവരുണ്ടല്ലോ അവരും കഴിച്ചു. ഇപ്പം എൻ്റെ ഇളയമ്മയുടെ മകൻ എൻ്റെ അനിയൻ ആണ് ഇപ്പം അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഓൻ്റെ പേര് സുകുമാരൻ എന്നാണ്. പിന്നെ ഇവിടെ ആദ്യം പൂജ ചെയ്ത് അയാളെ മകൻ്റെ മകനാണ് ഇപ്പം ഗണപതി ഹോമം കഴിക്കുന്നത് അവിടെ. ഓൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അവരാണ് ഇപ്പം പൂജ കഴിക്കുന്നത്. അപ്പോൾ ഈ ഗുഹാക്ഷേത്രം ആരാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ പണ്ട് ഋഷീശ്വരന്മാർ ഉണ്ടാക്കിയതാണ്. പോലും ദ്വാപരയുഗത്തിൽ ഋഷീശ്വരന്മാർ ഉണ്ടാക്കിയതാണ്. അതിൽ പഞ്ചഋഷിമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പ്രസ്ഥാന മുഖാന്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ജീവിച്ചു. അതാണ് ഈ 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു പറയും. നമ്മളെ അവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരൊരു സഹവാസമുണ്ട്, അല്ലെങ്കിലും ഉണ്ട്. ഇവിടുന്ന് പിന്നെ ഇവിടെ വെണ്ണീർ റോഡ് എന്ന് പറയുന്ന അവിടെ സ്ഥലം ഉണ്ട്, അമ്പലത്തിലേക്ക് അങ്ങനെ അവരുടെ ദർശനമുണ്ട്. അപ്പോൾ ഈ 6 മണിക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പം അതിനുള്ള നടത്തും. അതുകൊണ്ടാണ് 6 മണിക്ക് ശേഷം ഇവിടെ എത്തിക്കൊള്ളണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുലാമാസത്തിലെ അമാവാസി നാളിൽ മാത്രമേ അവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അത്ര വരെ. അതെന്ന് വെച്ചാൽ മുമ്പെല്ലാം വെറും കാടായിരുന്നല്ലോ. പിന്നെ നമ്മളെ അച്ഛപ്പൻ ഒരു ദാറുകുരിക്കൽ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് കേട്ടെ ചരിത്രം. അപ്പോൾ അപ്പോൾ ഇവിടെ അന്നത്തെ കാലം ഈ പിന്നെ ആട്ടുന്ന ചക്കാലം എന്നെല്ലാം പറയുന്നത് അവിടുന്ന് വെളിച്ചെണ്ണ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കും. ഇവിടുന്ന് ബാവരിക്കലിന് ഭക്ഷണം കുറച്ച് താമസിക്കണമല്ലോ. ആ സമയം മൂപ്പര് ആടെ പോയിട്ട് ഏകാന്തമായിട്ട് ആടെ പോയി ആടെ കുറച്ച് സമയം ഇരുന്ന് ഇത് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ അപ്പോൾ ഒരു കല്ലിൽ ആ കല്ലിപ്പം അതിൻ്റെ അകത്ത് കാണാനുണ്ട്, ഇപ്പം ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അതിൽ തിരിയും വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മൂപ്പറിങ്ങി വരുക. അപ്പോൾ ഇവിടെ വന്നാൽ അയാൾ കല്യാണം വെച്ചില്ല. എൻ്റെ അച്ഛമ്മയാണ് അവർക്ക് ഭക്ഷണമെല്ലാം ആയി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛമ്മ പറഞ്ഞ വാക്കാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ അച്ഛമ്മ ഉള്ള അന്നേരം തന്നെ അച്ഛമ്മേൻ്റെ ആങ്ങളിയുണ്ട് ഒരാൾ, കുഞ്ഞപ്പ കുരിക്കൽ എന്ന് പറഞ്ഞ ആൾ. അയാളാണ് അപ്പോൾ ഇവിടെ വീടെടുത്തതിന് ശേഷം ഇതിൻ്റെ കൊട്ടിലിയും കാര്യമെല്ലാം ഉണ്ട്. അയാൾ പൂജാരിയും ജ്യോത്സ്യരും എല്ലാം. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു കല്ല് വെച്ചു. അപ്പം കുട്ടിലകത്ത് പരിവടം എന്ന് പറയുന്ന ആ കല്ലാണത്, പരിവടം എന്ന് പറയുന്ന കല്ല്. ആ കല്ല് വെച്ച് അവിടെ പൂജ ചെയ്തു. അപ്പോൾ അവിടെ ഇവർക്ക് ആൺകുട്ടികൾ ഇങ്ങനെ പോയി പോകുന്നതുകൊണ്ട് അവർ നേർച്ച കുട്ടി പോലും ഇങ്ങനൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ അവിടെ ഒരു വിളക്ക് കൊടുക്കാമെന്ന് നേർച്ച കൂട്ടി. അങ്ങനെ ഇവർ കൊല്ലത്താലും വരുന്നതല്ലോ, അവർ ഒരു വിളക്കിന് നേർച്ച കൂട്ടി വിളക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്നേരം ഈ ഗണപതി ഹോമം കഴിക്കുന്ന പൂജാരിയാണ്. അപ്പോൾ കഴിക്കാൻ ഓർ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അയാൾ ആ കൊല്ലം ആടെ വിളക്ക് വെച്ച് പിന്നെ ഗണപതി ഹോമം കഴിച്ചു. ആ ഗണപതി ഹോമമാണ് ഇന്നും നടന്നു വരുന്നത്. അത് പിന്നെ പ്രശ്നം വെക്കുമ്പോൾ പറഞ്ഞ് അത് മുടക്കാൻ പാടില്ല, മുടക്കിയിട്ടില്ല. അത് ഇന്ന് വരെ ഓരോ തലമുറയായിട്ടും അങ്ങനെ ഇവിടുന്ന് കഴിച്ചു പോയി. പിന്നെ ഓരോ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു നേരെ അമ്മാവനുണ്ട്, കുഞ്ഞിരാമൻകുരിക്കൽ എന്നാണ്. ഇവിടെയാണ് ഓറെല്ലാം താമസ വീടാണ് അയ്യപ്പഞ്ചാല്. അപ്പം കഴിച്ചു. കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചു. അങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ ഒരു ഈ ഗണപതി ഹോമത്തിന് ഉള്ളിലിരിക്കുന്നത് പിന്നെ ഈ കുഞ്ഞിരാമൻകുരിക്കളും പിന്നെ ബാലൻ അങ്ങനെ തലമുറയായിട്ട് ഇപ്പം ഉള്ളത് സുകുമാരനാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഇപ്പുറം വന്ന് ഗണപതി ഹോമം കഴിക്കാൻ കഴിയില്ല. അത് വേറെ തന്നെയാണ് കഴിക്കുക. അതിന് ശേഷം ഈ കമ്മിറ്റിയും കാര്യവും ഇതെല്ലാം വന്നു. അങ്ങനെയാണ് ഈ നടയും കാര്യമെല്ലാം വന്നത്. അങ്ങനെയാണ്. പിന്നെ അന്ന് ആഘോഷ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ഇവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ഇത് പിന്നെ ദീപം കൊണ്ട് പോലും ഇവിടുത്തെ ഇപ്പം നമ്മൾ ഭക്ഷണമെല്ലാം കൊടുക്കാൻ തുടങ്ങി. അതും നമുക്ക് പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ പിന്നെ നേർച്ചയായിട്ട് കിട്ടും. അരിയായാലും കറി വെക്കുന്നതായാലും അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മൾ ഈ ഗുഹേൻ്റെ അകത്തുണ്ടല്ലോ, അവിടെ ഒരു പറയുന്ന പുറ്റ് അല്ല, അത് കല്ലുകൊണ്ടുമല്ല മണ്ണുമല്ല പുറ്റുമല്ല, അങ്ങനത്തെ ഒരു രൂപമാണ്. അത് നമ്മളെ അമ്മാവൻ എന്ന് വെച്ചാൽ 10 വയസ്സായിട്ടാണ് മരിച്ചത്. ഓർക്ക് ചെറുപ്പത്തിൽ തന്നെ ചെറിയൊരു ഇതായിരുന്നു. അന്ന് തുളസിമാലയൊന്നും ഇടാൻ പറ്റില്ല. അന്ന് നമ്മളെന്നാ ചെയ്യുക വെച്ചാൽ തുളസിമാല അതിന് ചേർത്തില്ല. പിന്നെ അത് വലുതായി എൻ്റെ ഓർമ്മയിൽ ഒരു കുറച്ച് പ്രായമായി.
അത് പിന്നെ ജ്യോത്സ്യത്തിൽ പറഞ്ഞത് ശിവഭൂതം എന്നാണ് ആ വിഗ്രഹത്തിന് പറയുന്നത്. അതിന് നമ്മൾ തുളസിമാല ഇട്ടു. പിന്നെ ഞാനും കഴിക്കാൻ നോക്കുമ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഒരു മല്ലികമാല ഇടാമെന്ന് വെച്ചു. അങ്ങനെ മല്ലികമാല വാങ്ങിയിട്ട് ഇടാമെന്ന്. അപ്പോൾ അതിങ്ങനെ ചാർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല പിന്നെ ചാർത്തി നോക്കുമ്പോൾ നല്ല ശരിക്ക് ബിംബം തന്നെ ആണല്ലോ. ഭംഗി ഒരു പിന്നെ മൂക്ക് ഇതെല്ലാം ഗണപതിൻ്റെ ആ രൂപമാണല്ലോ. അത് ഗണപതിയാണത് സ്വയമായിട്ട് വന്നത്. അത് ഓരോ കൊല്ലത്തിലും ഓരോ മാറ്റങ്ങളുണ്ടാവും. മുമ്പേ നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇതിൻ്റെ മണിയും കാര്യം ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ പോയാൽ കാണാം മണിയും കാര്യമുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് ഇങ്ങനെ നീങ്ങിയിട്ട് ഈ വിഗ്രഹത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ നീങ്ങുമ്പം അന്ന് സ്ത്രീകളൊന്നും പോകില്ല. പിന്നെ സ്ത്രീകൾ വരാൻ തുടങ്ങി. വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അത് അശുദ്ധിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അങ്ങോട്ട് ഉള്ളിൽ പ്രവേശിക്കാതെ. അതിൻ്റെ ഉള്ളിൽ ഈ ബിംബത്തിൻ്റെ അപ്പുറത്ത് ഒരു 10-12 ആൾക്ക് നിൽക്കേണ്ട സൗകര്യമുണ്ട്. നല്ല നീർന്ന് നിൽക്കേണ്ട സൗകര്യമുണ്ട്. ഇരിക്കാനും പറ്റും. അവിടെ നിന്നാണ് ഇങ്ങോട്ട്. ഇപ്പം അങ്ങോട്ട് കയറില്ല. അപ്പം അങ്ങോട്ട് ഇപ്പം കയറുന്നത് പൂജാരി ഈ ദീപം എടുക്കുന്ന ആൾ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക്. ആ ഇരിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുൻപിൽ അതെന്ത് മഴ വന്നാലും ഒന്നും നനയില്ല. ഇല്ല മഴ കൊള്ളൂല. മഴ വന്നാലും അതിൻ്റെ അകത്ത് ഈ മണ്ണ് കാണുന്നുണ്ടല്ലോ. ഈ മണ്ണ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് ഒരു വർഷത്തിൽ വരുന്ന ഈ മഴത്തുള്ളീൻ്റെ മണ്ണുകളുണ്ടല്ലോ, അത് വന്നിട്ടാണ് ഇവിടെ കൂമ്പാരാകുന്നത്. അതാണ്. അതിൽ ഇങ്ങനെ നമ്മൾ കയറി പോകുമ്പോൾ അതിൽ ഒരു തുരങ്കുണ്ടായിരുന്നു. വലിയ തുരങ്കെന്ന് വെച്ചാൽ നമുക്കൊരു ഇവിടുന്ന് അത്ര ദൂരം ഉണ്ടായിരുന്നു ആദ്യം പോകുന്ന സമയം. പിന്നെ ഈ മണ്ണ് വന്ന് നീണ്ടിട്ട് ഈ പൊടിമണ്ണ് വന്നിട്ട് നീണ്ടിട്ടാണ് ആ മാളം അങ്ങോട്ട് പോയിന്. അത് കംപ്ലീറ്റ് മാളങ്ങളാണ്. അങ്ങനെ വന്നത്. ഇതിപ്പോൾ ഉള്ളത് 3-ാം ഗുഹയാണ്. ആദ്യത്തെ ഗുഹ, 2ാമത്തെ ഗുഹ, 3-ാം ഗുഹയിലാണ് ഈ ഭഗവാനുള്ളത്. ഈ ഗുഹേൻ്റെ അകത്ത് ഗണപതി ഗണപതി ശിവഭൂതം എന്നാ പറയുന്നത്. അത് ജ്യോത്സ്യത്തിൽ പറഞ്ഞതാണ്. ശിവനും ഗണപതിയും ഉണ്ട്. ശിവശക്തി ഗണപതി ശിവനും. അതിപ്പം ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാകുന്ന ഇതിൽ അറയിൽ ഭഗവതി ഉണ്ട്, ശിവർ കൊല്ലിയുണ്ട്, ശാസ്താവുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ രൂപങ്ങൾ. അതിൽ പിന്നെ നമ്മൾ ഇത് പറയുന്നത് ഇവിടെ ഒരു കാല്, പിന്നെ അവിടെ ഒരു പണ്ടത്തെ ഭൂതങ്ങൾ ബലി വാങ്ങുന്നില്ലേ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കൈ ഇങ്ങനെ ചെയ്യുന്നു. ഒരു കാല് ഇവിടെ, ഒരു കാല് ഭൂതക്കുണ്ട് എന്ന് പറയുന്ന ഒരു കുണ്ടുണ്ട് അവിടെ. അത് പണ്ട് കാലത്ത് ആടയിൽ ഭയങ്കര പേടിയും ഭ്രമിക്ക് പോയിക്കന്നെ. പിന്നെ ഒരു കാലിൽ അങ്ങ് അമ്പലത്തിൻ്റെ കുറേ ഇപ്പുറത്തുണ്ട് ഒരു പറമ്പ് ചെട്ടിയാനത്ത് എന്ന് പറയും. അപ്പോൾ ആടെയാണ് ഈ ഒരു കൈ കുത്തു. എന്നിട്ട് ബലിക്കല്ലിൽ നിന്ന് വരുവാന്നാണ് പണ്ടത്തെ ചരിത്രം പറയുന്നത്. ഞാൻ കേട്ട അറിവ്. സ്വയംഭൂവായിട്ട് അത് ഋഷീശ്വരന്മാർ നിർമ്മിതമാണെന്നാണ് പറയുന്നത്. തപസ്സിരിക്കും. അതെ തപസ്സിരിക്കുന്ന സ്ഥലം. അത് ഇന്നും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പം ഇപ്പല്ല നമ്മൾ ആദ്യം പോകുന്ന സമയത്തെല്ലാം ആടെ ഉച്ച സമയത്ത് ചന്ദനത്തരീൻ്റെ വാസന ഉണ്ടാവും. അത് എങ്ങനെ കത്തിച്ചതിൻ്റെ ഉണ്ടാവും. അത് ഇവിടെ മാത്രമല്ല, അതിൻ്റെ അങ്ങ് ഉളമ്പക്കുന്ന് എന്ന് പറയുന്ന അടിയുണ്ട്. അവിടെ ഒരു വീടുണ്ട്, പഴയ ഒരു വീടുണ്ടായിരുന്നു. അതിൽ അവിടെ നിന്ന് ഒരാൾ എൻ്റെ സുഹൃത്ത് ഒരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളാണ്. എടാ ഇതെന്നാണ് ചന്ദനത്തിൻ്റെ ഒരു വാസന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഇത് സ്മെല്ല് അങ്ങനെ അവിടം വരെ ഇങ്ങനെ ഉണ്ടാകലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ സാധാരണ പകലും എല്ലാ ദിവസവും അവിടെ കാണാൻ പോവാ. അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. അത് പിന്നെ ഇവരില്ലേ ഈ മറ്റേ കുട്ടികൾ കാണാൻ വരുന്നത്, അവർ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പോകും. പക്ഷെ ഉള്ളിൽ പോകില്ല. ഉള്ളിൽ ഈ ഒരു ഭാവിന് ഒരു ദിവസമേ പോകും. മറ്റുള്ളതിനെല്ലാം പോവാം. ചേട്ടനും അമ്മക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും സമയം നിങ്ങൾ ഇതിനെപ്പറ്റി വിവരിച്ചു. ഓം ശാസ്ത ഭൂതദേവ തവ കൃപയതിനാൽ സർവജീവനുമേകും. സായുജ്യമോക്ഷം ജനന മരണവും നിന്മഹാമായയാലേ. സംസാരാബ്ദേ കുഴങ്ങും മനുദിനൊരു ദിനം ദോഷമാമന്തരീക്ഷം തൃക്കയ്യാൽ തട്ടി നീക്കി ഭുവനവിടയും സൽപ്രാപ്തി നൽകൂയിടുദേവ. ശ്രീദേവാർച്ചന ചെയ്യുവാൻ ജനമഹോ ഭക്തിയോടെ വരുന്നു. കാഴ്ചദ്രവ്യങ്ങളും സൻപദ്മനോ വാദ്യഘോഷാദിയോടും ഗോവിന്ദം ഗോവിന്ദം വിളിയോട് കൂടിയവിടം ഹർഷാരവം ശാന്തരാ. അത് ഇവിടുന്ന് പോയിട്ട് അവിടെ ഉള്ളം വരെ ഉള്ളതാണ്. നമ്മൾ ഇവിടുന്ന് ഗോവിന്ദം വിളിച്ചിട്ടാണ് പോവുക. അതിനെപ്പറ്റി അറിവൊന്നുമില്ല, എങ്കിലും അറിവ്
തോന്നിച്ചെന്താ എന്തായാലും ഇത്രയും അറിവ് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അങ്ങയോട്. എന്നും സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. എനിക്ക് ഇതേപോലെ ഇവർ പറയുമ്പോൾ എനിക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവർ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. നല്ല കാര്യമല്ലേ? പിന്നെ അതിനാണ് ഭാഗ്യം. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. ആയിക്കോട്ടെ, നമ്മൾ പോവാം. അല്ല ഒരു ചെയ്യണം. അവർ പറഞ്ഞിട്ട് അകത്ത് വന്നിട്ട് അവിടെ രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം പറ്റൂല. കമ്മിറ്റിക്കാർക്ക് ഒരിക്കൽ കൂടി പറയാം, ഈ ഗുഹാക്ഷേത്രത്തിനകത്തുള്ള മണ്ണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുമരിലും മുകൾ ഭാഗമൊക്കെയുള്ള മണ്ണ് എടുത്തിട്ട് നെറ്റിയിൽ തൊടാം. അതാണ് ഇവിടുത്തെ കുറി, അല്ലാതെ വേറെ കുറിയൊന്നുമില്ല. ഇപ്പോൾ എടുക്കുന്ന വെള്ളം കണ്ട ഇങ്ങനെ വെള്ളം ശേഖരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂജിക്കാനും അതുപോലെ തന്നെ തലവേദന അങ്ങനെ ശരീരത്തിൽ എവിടെ വേദനയുള്ള അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്നാണ് വിശ്വാസം. പലരുടെയും അനുഭവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഗുഹാക്ഷേത്രം കാണാത്തവർ വന്നിട്ട് തീർച്ചയായിട്ടും കാണണം. ഈ കാണുന്ന സ്ഥലത്തുള്ളതൊക്കെ മണ്ണെടുത്തിട്ടാണ് നമ്മൾ നെറ്റിയിലൊക്കെ തൊടുക, ചന്ദനത്തിന് ബദൽ. പിന്നെ നീരൊക്കെ കണ്ട ഈ നീരിങ്ങനെ ഉറ്റി വീഴുമ്പോൾ അവിടെ നിന്ന് തന്നെ പലരും ഇങ്ങനെ നീര് എടുത്തിട്ട് നെറ്റിയിലൊക്കെ പുരട്ടുന്ന കാണാം. എൻ്റെയൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതാണ് സംഭവം. അവിടുന്ന് ഉറ്റി വീഴുന്ന വെള്ളം എടുത്തിട്ട് നമ്മളുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണ് വേദന, അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ തടവി കൊടുത്താൽ വേദനയ്ക്ക് മാറും എന്നാണ് പറയുന്നത്. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ.
അറിവിൻ നിലാവേ മറയുന്നു നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുൻപിൽ നിൽപ്പോ അറിയാത്തതെന്തേ നിറുകയണിയും കുളിർമതേക്കും അറിയുകില്ലേ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ ഓങ്കാരമുയിരേകും വേണുഗാനം
സൈഡ് 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 Thank you.
പായസം പോടുന്നവർ വന്നോ, പായസം പോടുന്നവർ വന്നോ. എങ്ങനെയുണ്ട് പായസം? പായസം എങ്ങനെയുണ്ട്? നല്ല പായസം അല്ലേ? പായസം എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? നിസില എങ്ങനെയുണ്ട് പായസം? ഇത് കിട്ടൂല നമുക്ക്. അതെ അല്ലേ? ഭയങ്കര ചൂട്. എങ്ങനെ കഴിക്കുന്നത് അമ്മച്ചി? പായസം കിട്ടില്ലെങ്കിൽ കാണുമ്പോൾ കാര്യമില്ല. അടുത്തോലെ ഓർമ്മിച്ച തുലാമാസത്തിലെ അമാവാസി നാളിലാണ് ഇവിടെ നട തുറക്കുന്നത്. അന്നത്തെ ദിവസം വന്നിട്ട് എല്ലാവരും കാണേണ്ട സ്ഥലം തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഗുഹാക്ഷേത്രത്തിലെ പൂജയും അതുപോലെ ഗണപതി ഹോമവും ജനങ്ങളും ഭക്തജനങ്ങളും എല്ലാം കൂടി ആയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ശരിയായൊരു ഉത്സവം തന്നെയല്ലേ അല്ലേ? അടിപൊളി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും